ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് 4 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കേശുട്ടൻ്റെ അലർജി ടെസ്റ്റിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ തിരുവല്ല മെഡ് ലോഞ്ചസിലാണ് കേട്ടോ പോകുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കൂട്ട് തന്നെ. അപ്പം ഇന്ന് നമ്മൾ നേരത്തെ തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു. 4 ദിവസത്തെ അവൻ്റെ അലർജിയുടെ ഗുളികയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെല്ലാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ പറഞ്ഞത്. അപ്പം നമ്മൾ ചെന്ന പാടെ തന്നെ അവൻ്റെ ഫയലൊക്കെ എടുത്തിട്ട് അവൻ്റെ കയ്യിൽ ഇങ്ങനെ കോളം വരച്ചിട്ട് നമ്പേഴ്സൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആശ നല്ല രീതിയിൽ തന്നെ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ടാസ്ക് വരുന്നത്. ആദ്യം തന്നെ നമ്മുടെ അലർജൻസ് എല്ലാം ഇതിനകത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഈ ഒരു ബ്ലേഡ് പോലത്തെ സംഭവം വെച്ചിട്ട്, ബ്ലേഡാണോ നീഡിലാണോ എന്ന് കറക്റ്റ് അറിയില്ല, ആ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ പ്രിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു സാധനത്തിന് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നന്നായിട്ട് വീങ്ങി വരും. അങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റിലൂടെ അലർജി കണ്ടുപിടിക്കുന്നത് കേട്ടോ. അലർജി ഉള്ളവരൊക്കെ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നമ്മുടെ ഈ ഒരു ആശാൻ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കുറച്ച് ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ പറ്റാത്ത സാധനമൊന്നും ഇനി മമ്മിയും കഴിക്കില്ല എന്ന് അവന് പ്രോമിസ് ചെയ്ത് കൊടുത്തു. അതുപോലെ ലുലു മോളിലൊക്കെ കൊണ്ടുപോകാം, ഈയുടെ ഫേവറേറ്റ് റൊണാൾഡോൻ്റെ ജേഴ്സിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ കുറേ പ്രോമിസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആശാൻ നല്ല രീതിയിൽ ഇരുന്നിട്ടും ഉണ്ടായിരുന്നേ. ഈ ഒരു ടെസ്റ്റിന് ശേഷം നമ്മൾ ഇവനെ ലുലു മോളിലൊക്കെ കൊണ്ടുപോയിട്ടും ഉണ്ടായിരുന്നേ. ഇതിന് ശേഷമാണ് അറിയുന്നത് ആശാന് ബീഫും ചോറും ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന്. ചോറ് കഴിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കേശുട്ടന് ലോട്ടറി അടിച്ചൊരു പ്രതീതിയായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ.